ഹലോ ഫ്രണ്ട്സ്, ഈസി ഹെൽത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പലർക്കും വിയർപ്പ് നാറ്റം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ്. ഇതിന്റെ പേരിൽ മാനസികമായും ശാരീരികമായും തളർന്നു പോകുന്നവർ ചില്ലറയല്ല. കാരണം ഇത്തരത്തിലുണ്ടാകുന്ന ശാരീരിക ദുർഗന്ധം പലപ്പോഴും ഭാവിയെ തന്നെ അവതാളത്തിലാക്കുന്നു. മറ്റുള്ളവരുടെ മുന്നിൽ ചെല്ലാനുള്ള ബുദ്ധിമുട്ടും ചമ്മലും എല്ലാം ഈ ശരീര ദുർഗന്ധം നമുക്കുണ്ടാക്കി തരുന്നു. മോണപ്രശ്നവും പല്ലിലെ കറയും നിസാരമല്ല. എന്നാൽ ഇനി ഇത്തരം പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ നേടാം. പ്രത്യേകിച്ച് കൈക്കുഴിയിലെ കറുപ്പിൽ നിന്നും വിയർപ്പ് ഗന്ധത്തിൽ നിന്നും എങ്ങനെ രക്ഷ നേടാം എന്ന് നമുക്ക് നോക്കാം. ഷേവ് ചെയ്യുന്നത് തന്നെയാണ് പലപ്പോഴും പ്രശ്നങ്ങളുടെ തുടക്കം. കാരണം ഷേവ് ചെയ്യുമ്പോൾ അവിടെ കറുപ്പ് നിറം കൂടുതൽ ഉണ്ടാകാൻ കാരണമാകുന്നു. പലർക്കും അലർജി ഉണ്ടാകുവാനും ഇത് കാരണമാകുന്നുണ്ട്. മധുരം അമിതമായ രീതിയിൽ ഉപയോഗിക്കുന്ന പലപ്പോഴും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇത് വിയർപ്പ് നാറ്റത്തിനും ശരീരഭാഗത്തിലെ കറുപ്പിനും പ്രശ്നമുണ്ടാക്കുന്നുണ്ട്. പലപ്പോഴും ആൽക്കഹോൾ അടങ്ങിയ സ്പ്രേ അടിക്കുന്നതും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട്. ശരീര ദുർഗന്ധം പലപ്പോഴും വില്ലനായി മാറുന്നുണ്ട്. എന്നാൽ അതിന് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാത്തത് പലപ്പോഴും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. നാരങ്ങ നീര് കൈക്കുഴയിൽ തേച്ച് പിടിപ്പിക്കുക. 15 മിനിറ്റിന് ശേഷം കഴുകിക്കളയുക. ഇത് കക്ഷത്തിലെ കറുപ്പ് നിറത്തെ അകറ്റുകയും നിറം നൽകുകയും ചെയ്യുന്നു. മാത്രമല്ല ശരീര ദുർഗന്ധം ഇല്ലാതാക്കാനും ഏറ്റവും പറ്റിയ ഒന്നാണ് നാരങ്ങയുടെ നീര്. പൗഡർ ഉപയോഗിക്കാതിരിക്കുകയാണ് മറ്റൊന്ന്. പലരുടെയും ശീലങ്ങളിൽ ഒന്നാണ് കുളി കഴിഞ്ഞാൽ കക്ഷത്തിൽ പൗഡർ ഇടുന്നത്. എന്നാൽ ഇത് ശരീര ദുർഗന്ധം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുക എന്ന കാര്യത്തിൽ സംശയമില്ല. ബേക്കിംഗ് പൗഡർ ഉപയോഗിച്ച് കക്ഷത്തിലെ കറുപ്പകറ്റാം. കുളിക്കുന്നതിന് മുൻപ് അല്പം ബേക്കിംഗ് പൗഡർ കറുത്ത നിറമുള്ള സ്ഥലത്ത് തേച്ച് പിടിപ്പിക്കുക. ഇത് നിറം വർദ്ധിപ്പിക്കും. ഒലീവ് ഓയിൽ ഇത്തരത്തിൽ ചർമ്മത്തെ വെളുപ്പിക്കുന്ന ഒന്നാണ്. ഒലീവ് ഓയിൽ കുളിക്കുന്നതിന് മുമ്പ് നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കുക. അല്പസമയത്തിന് ശേഷം കഴുകിക്കളയാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈസി ഹെൽത്തിലെ പുതിയ ഹെൽത്ത് ടിപ്പുമായി ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.